2022 പുറത്തിറങ്ങിയ ചലച്ചിത്രം 13 ലിവ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ജൂൺ 23, 2018 ആദ്യ ദിവസം തായ്ലാന്റിലെ ബാൻചാങ് സ്റ്റേഡിയത്തിൽ കോച്ചും കുട്ടികളും ഫുട്ബോൾ പരിശീലിക്കുകയായിരുന്നു. 12ഉം 15ഉം വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ്. അന്ന് കൂട്ടത്തിൽ സായ് എന്ന പയ്യന്റെ പിറന്നാളായിരുന്നു. വൈകിട്ട് സായുടെ അമ്മ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെയും അവരുടെ പാരന്റ്സിനെയും ഒക്കെ സായും അമ്മയും ക്ഷണിച്ചിരുന്നു. വൈകുന്നേരത്തെ പാർട്ടിക്ക് മുമ്പ് അടുത്തുള്ള കേവിൽ പോയി പിറന്നാൾ ആഘോഷിച്ച് തിരിച്ചു വരാം എന്ന് കുട്ടികൾ കൂടിയാലോചന നടത്തി. കൂട്ടത്തിൽ ഒരു പയ്യന് മാത്രം വീട്ടിൽ പോകാൻ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് കോച്ചിനോട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. കേവിനകത്ത് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ കോച്ചും അവരുടെ കൂടെ ചെന്നു. 12 കുട്ടികളും കോച്ചുമടക്കം ഗുഹാമുഖത്തേക്ക് പുറപ്പെട്ടു. ഏറെ സന്തോഷകരമായ എൻജോയ് ചെയ്തുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. വൈകാതെ അവർ താംലുവാങ് എന്ന പ്രശസ്തമായ കേവിന് മുമ്പിലെത്തി. വലിയൊരു മലയ്ക്ക് കീഴിലായിരുന്നു ആ ഗുഹയുണ്ടായിരുന്നത്. വലിയ ഗുഹാമുഖം അകത്തേക്ക് ചെല്ലും തോറും ചെറിയ തുരങ്കങ്ങളും വീണ്ടും വലിയ ഭാഗങ്ങളുമായും മാറുമായിരുന്നു. കേവിന് മുമ്പിൽ ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. അവിടെ വണങ്ങിയ ശേഷം അവർ ഏവരും കേവിനകത്തേക്ക് കയറി. മൊത്തത്തിൽ 6.2 മൈൽ നീളം ആ കേവിനുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ ദൂരം. കേവിനകം ഓരോ ചേംബറുകളായും വേർതിരിക്കപ്പെട്ടിരുന്നു. ചേംബറുകൾക്കിടയിൽ ചെറിയ നാരോ പാസേജാണ് ഉണ്ടാവുക. വൈകിട്ട് 3 മണിയോടെയായിരുന്നു കുട്ടികൾ കേവിനകത്തെത്തിയത്. വരാനിരിക്കുന്ന ദുരന്തമറിയാതെ കുട്ടികൾ കേവിനകത്തേക്ക് സന്തോഷത്തോടെ ഓടിക്കയറി. 9 ചേംബറുകളായി തിരിക്കപ്പെട്ട കേവിന്റെ 3ാമത്തെ ചേംബറിലേക്കും അവർ എത്തിച്ചേർന്നു. ഗുഹാമുഖത്തു നിന്നും 800 മീറ്റർ അകത്താണ് 3ാം ചേംബർ ഉള്ളത്. പുറത്ത് ഇതേ സമയം കാർമേഘങ്ങൾ വന്ന് നിറയാൻ ആരംഭിച്ചിരുന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഴ പെയ്യാനും തുടങ്ങി. കേവിനകത്തേക്ക് അതോടെ വെള്ളം വന്ന് നിറയാനും തുടങ്ങി. അത് തിരിച്ചറിയാതെയായിരുന്നു കുട്ടികൾ കേവിനകത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നത്. സമയം സന്ധ്യയായി. വൈകിട്ടും സായെ വീട്ടിലേക്ക് കാണാതെ ബർത്ത്ഡേക്ക് തയ്യാറായിരുന്ന അവന്റെ പാരന്റ്സ് അല്പം വറീഡായി. അങ്ങോട്ടേക്ക് മറ്റു കുട്ടികളുടെ പാരന്റ്സും തങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെത്തിയിരുന്നു. മക്കളെ ആരെയും കാണാതായതോടെ അവർ ഓരോരുത്തരുടെ അടുക്കലും അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ഗുഹ കാണാൻ പോവാതിരുന്ന പയ്യനടുക്കൽ നിന്നും അവർ ഗുഹയിലേക്ക് പോയ കാര്യം ആ പാരന്റ്സ് അറിഞ്ഞു. അവർ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. അവിടെ എത്തുമ്പോൾ ഗുഹാമുഖത്ത് കുറെ സൈക്കിളുകൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ മക്കളുടെ സൈക്കിളുകൾ. 2 ലോക്കൽസും അവിടെ നിൽക്കുന്നത് അവർ കണ്ടു. സൈക്കിൾ കണ്ട് തങ്ങൾ വന്നതാണെന്നും ഇവിടെ എത്തിയപ്പോൾ ആരെയും കാണുന്നില്ല എന്നും ആ ലോക്കൽസ് പറഞ്ഞു. ഗുഹാമുഖത്തും അകത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് പോവുക സാധ്യമല്ല. കുട്ടികൾ അകത്ത് പെട്ടിരിക്കാം എന്നും അവർ വ്യക്തമാക്കി. തങ്ങൾ അതോറിറ്റികളെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. മഴ പെയ്താലും മഴക്കാലമായാലും ആ ഗുഹയ്ക്കകത്ത് വെള്ളം വന്ന് നിറയുമായിരുന്നു. സമയം പുലർച്ചെ 12:47. വിവരം ഗവർണറുടെ ചെവിയിലെത്തി. ഗവർണർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്താൻ തുടങ്ങി. രക്ഷാപ്രവർത്തനത്തിനപ്പോഴേക്കും നേവിയുടെ സീൽ ടീം എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഗവർണർ നേവി ക്യാപ്റ്റൻ അർണാണ്ടിന്റെ അടുക്കൽ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി തിരക്കി. കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം അവിടെ ഒരു ബ്രിട്ടീഷ് പൗരൻ ഉണ്ടായിരുന്നു. ജിയോളജിയുടെ ഭാഗമായി പഠനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം ആ കേവിന്റെ ഒരു മാപ്പ് തന്നെ ഉദ്യോഗസ്ഥർക്ക് സഹായത്തിനായി എത്തിച്ചു. അദ്ദേഹം അത് ഗവർണറെ കാണിച്ച് വിശദീകരിച്ചു. അകത്തേക്ക് പോകുന്തോറും കേവ് പല ചേംബറുകളായിട്ടുണ്ട്. ചേംബറുകൾക്കിടയിൽ ഇടുങ്ങിയ ഭാഗങ്ങളും ഇടുങ്ങിയ ഭാഗങ്ങൾ കഴിയുമ്പോൾ വളരെ വലിയ ഭാഗങ്ങളും വരുന്നുണ്ട്. വൈകാതെ അദ്ദേഹം കാര്യങ്ങൾ സീൽ ടീമിനോടും വിശദീകരിച്ചു. ആദ്യഘട്ടം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സീൽ ടീം ഗുഹയ്ക്കകത്തേക്ക് ഓക്സിജനൊക്കെ ധരിച്ച് ചെല്ലുക എന്നതായിരുന്നു. കലങ്ങിയ വെള്ളമായതിനാൽ പോകുന്ന വഴിയിൽ റോപ്പ് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ 3rd ചേംബറിലേക്കും എത്തിച്ചേർന്നു. മറുവശത്ത് ഗവർണർ റിപ്പോർട്ടേഴ്സിനെ കാണുകയും ഡേഞ്ചറായ സിറ്റുവേഷനെ പറ്റി വിശദീകരിക്കുകയും ചെയ്തു. സമയം പുലർച്ചെ 5:06 AM. പാരന്റ്സ് അപ്പോഴും തങ്ങളുടെ മക്കളുടെ വിവരങ്ങൾക്കായി പരിഭ്രാന്തിയോടെ നിൽക്കുകയായിരുന്നു. സീൽ ടീം തിരികെ എത്തി. പക്ഷേ അവർക്ക് സാരമായ പരിക്കുകൾ പറ്റിയിരുന്നു. ഗുഹയ്ക്കകത്തേക്ക് കയറും തോറും മലവെള്ളപ്പാച്ചിൽ ഗുഹയ്ക്കുള്ളിലൂടെ തള്ളി വരുന്നുണ്ടെന്നും പാറകളും മറ്റും ഒഴുകി വരുന്നുണ്ടെന്നും ഷേപ്പില്ലാത്ത പാറകളിൽ ഇടിച്ച് പരിക്കുകൾ പറ്റുന്നുണ്ടെന്നും അകത്തേക്ക് പോകുന്തോറും വെളിച്ചം തീരെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാനും സാധിക്കുന്നില്ല എന്ന് സീൽ ടീം വ്യക്തമാക്കി. 3rd ചേംബർ വരെ പോയിട്ടും കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു. 2ാം ദിവസം കാര്യങ്ങൾ കൂടുതൽ വിപുലമായി മാറുകയായിരുന്നു. കുട്ടികൾ കുടുങ്ങിയ വിവരം പുറത്തേക്കും അറിയാൻ ആരംഭിച്ചു. നിരവധി വോളണ്ടിയേഴ്സ് റെസ്ക്യൂ മിഷനിൽ ജോയിൻ ചെയ്തു. നാഷണൽ ലെവലിൽ തന്നെ ട്രെയിൻഡ് സോൾജിയേഴ്സും നേവി ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്കെത്തി. വെള്ളം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യുവാനായിരുന്നു ആദ്യ നീക്കങ്ങൾ. മിനിസ്റ്റർ തന്നെ നേരിട്ടെത്തി ഗവർണറുടെ അടുക്കൽ കാര്യങ്ങൾ ചോദിച്ചു. ഗുഹ
ഗുഹയിൽ നിന്നും വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഗുഹയ്ക്കകത്തേക്ക് വെള്ളം കുത്തിയിറങ്ങുന്നതുകൊണ്ടും വെളിച്ചമില്ലാത്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടും ഒരുപാട് അകത്തേക്ക് പോകുവാൻ സീൽ ടീമിന് സാധിച്ചിട്ടുമില്ല എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. അടുത്തയാഴ്ച ഗവർണർ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അതുവരെയും നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഗവർണർ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഒക്കെ നല്ല രീതിയിൽ നോക്കിക്കോളണം. അതും പറഞ്ഞ് മിനിസ്റ്റർ പോയി. ഗവർണറുടെ മേളിൽ കൂടുതൽ പ്രഷർ വന്നു. പിന്നാലെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് നാറ്റിസിരി എന്നൊരു വാട്ടർ എഞ്ചിനീയർ എത്തുകയായിരുന്നു. ഗുഹയെപ്പറ്റിയൊക്കെ വിശദമായി അറിയാവുന്ന ഒരു നാട്ടുകാരനടുക്കൽ അദ്ദേഹം സംസാരിച്ചു. ഗുഹയ്ക്കകത്തേക്ക് വെള്ളം വരുന്നത് പുറത്തുനിന്നല്ലെന്നും മലമുകളിലെ പൊത്തുകളിലൂടെയാണെന്നും അത് തടഞ്ഞാൽ മാത്രമേ ഗുഹയ്ക്കകത്തെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുള്ളൂ എന്നും അതിന് തന്നെ സഹായിക്കാമോ എന്നും ആ യുവാവ് ആ ലോക്കലിനോട് ചോദിച്ചു. ഗവൺമെന്റാണോ നിങ്ങളെ അയച്ചത് എന്നാ ലോക്കൽ ചോദിച്ചു. അല്ല, ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച് താൻ നേരെ വന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതോടെ ആ ലോക്കൽ അവനെ സഹായിക്കാൻ തയ്യാറായി. അവരിരുവരും മലമുകളിലേക്ക് പുറപ്പെട്ടു. കാണുന്ന ഹോളുകൾ അടയ്ക്കാനായി ആരംഭിച്ചു. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. നിരവധി ഹോളുകളുണ്ട്. മാത്രമല്ലാതെ വെള്ളത്തിന്റെ ഒഴുക്കം കൂടുതലാണ്. കുട്ടികൾ കുടുങ്ങിയിട്ട് 5ാമത്തെ ദിവസം ഇംഗ്ലണ്ടിലുള്ള റിക്ക് എന്നയാള് നമ്മൾ പരിചയപ്പെടുന്നു. ജോൺ എന്ന കൂട്ടുകാരൻ റിക്കിനെ കോണ്ടാക്ട് ചെയ്തു. തായ്ലൻഡിൽ നടക്കുന്നത് കാണുന്നില്ലേ എന്ന് തിരക്കി. നമ്മൾ അവിടെ സഹായത്തിനെത്തേണ്ടതല്ലേ എന്നും ജോൺ ചോദിച്ചു. ആദ്യം അതൊന്നും വേണ്ടെന്നായിരുന്നു റിക്ക് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും റിക്കും ജോണും വൈകാതെ തായ്ലൻഡിലേക്ക് എത്തി. അവർ അറിയപ്പെടുന്ന കേവേഴ്സ് ആണ്. ഇത്തരത്തിലുള്ള വൈൽഡ് കേവുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ. അവർ കേവിനടുത്തേക്ക് എത്തി. പക്ഷേ ഗാർഡുകൾ അവരെ തടഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരൻ ജിയോളജിസ്റ്റ് വാണായിരുന്നു അവരെ വിളിച്ചു വരുത്തിയത്. അങ്ങോട്ടേക്ക് എത്തിയ വാൺ താൻ ഗവർണറോട് ഇവരുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവർ മികച്ച കേവേഴ്സും ഡൈവേഴ്സുമാണ് എന്ന് പറഞ്ഞ വാൺ അവരെ അകത്തേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യം ഫോറിനേഴ്സ് ഇവിടെ മരിച്ചാൽ അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ തടയുകയായിരുന്നു ചെയ്തത്. കുറെ സമ്മർദ്ദം ചെലുത്തിയ ശേഷം ക്യാപ്റ്റൻ അവർക്ക് അകത്തേക്ക് പോകാൻ അനുവാദം നൽകി. റിക്കും ജോണും അകത്തേക്ക് പുറപ്പെട്ടു. 800 മീറ്റർ അകലെയുള്ള തേർഡ് ചേംബറിലേക്കും അവർ എത്തിച്ചേർന്നു. അവിടെ നിന്നും നീന്തി വേണമായിരുന്നു അകത്തേക്ക് കടന്നു പോകുവാൻ. തേർഡ് ചേംബറിന്റെ ഭാഗത്ത് കേടായ പമ്പ് നന്നാക്കുവാൻ ചില ടെക്നീഷ്യൻസ് ശ്രമിക്കുന്നുമുണ്ട്. റിക്കും ജോണും ഡൈവ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഗുഹാമുഖത്തു നിന്നും 900 മീറ്റർ അകലെ ഏറ്റവും ഇടുങ്ങിയ പാതയുണ്ടായിരുന്നു. ഏറ്റവും ഇടുങ്ങിയ ആ ഭാഗം കടന്ന് അവർ ടി ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന മേഖലയിലെത്തി. ഗുഹാമുഖത്തു നിന്നും 1 കിലോമീറ്ററും 600 മീറ്ററും അകലെയായിരുന്നു അത്. അപ്പോഴേക്കും ഗുഹാമുഖത്തു നിന്ന് അവർ പോന്നിട്ട് 3 മണിക്കൂറും 50 മിനിറ്റും പിന്നിട്ടിരുന്നു. അവർ അവിടെ കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് വലിയ തോതിൽ ഗുഹയ്ക്കകത്തേക്ക് വെള്ളം ഇരച്ചെത്താൻ തുടങ്ങി. ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ അവർ തിരികെ വരാൻ ആരംഭിച്ചു. തിരികെ വരുന്ന വഴിയിൽ പെട്ടെന്നുണ്ടായ ഫ്ലാഷ് ഫ്ലഡിൽ പമ്പ് നന്നാക്കാൻ വന്ന വ്യക്തി കുടുങ്ങിക്കിടക്കുന്നതും ഭയന്നിരിക്കുന്നതും അവർ കണ്ടു. ഏറെ ഭയന്നതുകൊണ്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരുന്നതിലും റിക്കിനും ജോണിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നിരുന്നാലും അവർ സുരക്ഷിതമായി ആ എംപ്ലോയിയെ പുറത്തെത്തിച്ചു. എന്നിരുന്നാൽ തന്നെയും പാറയിൽ ഇടിച്ചും മറ്റും അയാൾക്ക് പരിക്കേറ്റിരുന്നു. ശേഷം ഗവർണറെ കണ്ടിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു. കുട്ടികളെ കണ്ടെത്താനായില്ലെന്നും തങ്ങൾ ടി ജംഗ്ഷൻ വരെ പോയെന്നും അവർ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ മുന്നോട്ട് വന്ന് തന്റെ സീൽ ടീമും ടി ജംഗ്ഷൻ വരെ പോയിരുന്നു എന്ന് പറഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ അപകടകരമായതിനാൽ റിക്കിനോടും ജോണിനോടും തന്റെ അനുവാദമില്ലാതെ ഇനി കേവിനകത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞ ഗവർണർ അവിടെ നിന്ന് പോയി. പ്രശ്നം എന്തെന്നാൽ ക്യാപ്റ്റൻ ആയിരുന്നു രക്ഷാ ദൗത്യത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഗവർണറായിരുന്നു അതിന്റെ ഇൻചാർജും. ഗവർണറുടെ നിർദ്ദേശങ്ങൾ ക്യാപ്റ്റന് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഗവർണർ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും എന്നൊരു അഭ്യൂഹവും അവിടെ പരക്കുന്നുണ്ടായിരുന്നു. തിരികെ വരുമ്പോൾ ഗുഹാമുഖത്തുള്ള അമ്പലത്തെപ്പറ്റി റിക്കും ജോണും തങ്ങളെ വിളിച്ച വാണിനോട് ചോദിച്ചു. ആ ഗുഹയ്ക്കും മലയ്ക്കും പിന്നിൽ ഒരു ഐതിഹ്യമുണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഉറങ്ങുന്ന പോലാണ് ആ മലനിരകൾ കാണപ്പെടുന്നത്. അതൊക്കെ വാൺ അവരോട് വിശദീകരിച്ചു. കുട്ടികൾ ഗുഹയിൽപ്പെട്ട 7ാമത്തെ ദിവസം അങ്ങോട്ടേക്ക് ക്യാപ്റ്റന്റെ അടുത്ത സുഹൃത്തായ സാം എന്ന വ്യക്തി കടന്നു വന്നു. വോളണ്ടിയറായി എത്തിയ സാമിനെ ക്യാപ്റ്റൻ ഏവർക്കും പരിചയപ്പെടുത്തി. ആ സമയം ഒരു കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല, അവന്റെ ബോഡിയെങ്കിലും എനിക്കൊന്ന് കണ്ടെത്തി തരാമോ എന്ന് കണ്ണീരോടെ അവരോട് അപേക്ഷിച്ചു. ഇതേ സമയം US എയർഫോഴ്സിൽ നിന്നും 2 വോളണ്ടിയേഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സും അവർ തായ്ലാന്റ് ഗവർണർക്ക് ഓഫർ ചെയ്തു. വൈകാതെ ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കപ്പെട്ടു. മീറ്റിംഗിൽ ഗുഹയിലെ
കുളത്തിലെ വെള്ളം താഴ്ന്നാലേ തനിക്കും തന്റെ ടീമിനും അകത്തു പോകാൻ സാധിക്കൂ എന്നായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞത്. പക്ഷേ ജോണും റിക്കും തങ്ങൾ കേവേഴ്സ് ആണെന്നും തങ്ങൾക്ക് ഇപ്പോഴേ പോകാൻ സാധിക്കും എന്നും അവകാശപ്പെട്ടു. പക്ഷേ അവരുടെ ഉത്തരവാദിത്തം ഏൽക്കാൻ താൻ തയ്യാറല്ല എന്നായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞത്. ഉത്തരവാദിത്തം ഏൽക്കാൻ ഗവർണറും തയ്യാറല്ലാത്തതുകൊണ്ടും ആരും അവിടെ ഇനി കൊല്ലപ്പെടരുത് എന്നുള്ളതുകൊണ്ടും തൽക്കാലത്തേക്ക് വെയിറ്റ് ചെയ്യാൻ ഗവർണർ ഉത്തരവിട്ടു. 8-ാം ദിവസം വെള്ളം നിയന്ത്രിക്കുന്ന വിവരമറിഞ്ഞ് ഗവർണർ മലമുകളിലേക്ക് എത്തി വാട്ടർ എഞ്ചിനീയറിനെ നേരിട്ട് കണ്ടു. വാട്ടർ എഞ്ചിനീയറുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മലമുകളിൽ നിന്നും കേവിനകത്തേക്കുള്ള വെള്ളത്തിന്റെ വരവ് അതിന്റെ ഫ്ലോ കുറയ്ക്കണമെങ്കിൽ ഈ പമ്പുകൾ മതിയാവില്ലെന്നും ജയന്റ് പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യണമെന്നും പക്ഷെ അത് എക്സ്പെൻസീവ് പ്രോസസ് ആയിരിക്കുമെന്നും മലമുകളിൽ വെള്ളം തിരിച്ചുവിടാൻ കുറെ വോളണ്ടിയേഴ്സിന് വേണ്ടിവരും എന്നും അയാൾ വിശദീകരിച്ചു. മലമുകളിലൂടെ വരുന്ന വെള്ളം കൃഷിയിടത്തിലേക്ക് തിരിച്ചുവിടേണ്ട വരുമെന്നും കൊയ്യാൻ തയ്യാറായി നിൽക്കുന്ന പാടങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നും അയാൾ വ്യക്തമാക്കി. അതോടെ ഗവർണറും സംഘവും കർഷകരുടെ മുമ്പിലേക്കെത്തി. കുട്ടികളെ രക്ഷപ്പെടുത്തുവാൻ അവരോട് സഹായം അഭ്യർത്ഥിച്ചു. ലാഭേച്ഛകൾ ഒക്കെ മാറ്റിവെച്ച് ആ കർഷകർ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. വൈകാതെ വാട്ടർ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം വെള്ളം പുറത്തേക്ക് വലിയ തോതിൽ ജയൻ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ തുടങ്ങി. 9-ാം ദിവസമെത്തി. മഴ നിന്നിരുന്നു. അതോടെ സീലുകളെ അകത്തേക്ക് അയക്കുവാൻ ഗവർണർ ക്യാപ്റ്റനോട് പറഞ്ഞു. പക്ഷേ 24 മണിക്കൂറെടുക്കും വെള്ളം പമ്പ് ചെയ്ത് തീർക്കുവാനെന്നും എന്നിട്ടേ സീൽ ടീമിനെ അയക്കാൻ സാധിക്കൂ എന്നുമായിരുന്നു ക്യാപ്റ്റന്റെ മറുപടി. റിക്കും ജോണും ഇപ്പോഴേ പോവാൻ തയ്യാറാണല്ലോ എന്ന് ഗവർണർ ചോദിച്ചു. ക്യാപ്റ്റൻ വലിയ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷേ മിനിസ്റ്ററുടെ പ്രഷർ ഗവർണറുടെ മേലിൽ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ റിക്കിനെയും ജോണിനെയും ഗവർണർ വീണ്ടും അകത്തേക്ക് പോകാൻ അനുവദിച്ചു. കുട്ടികൾ ഗുഹയ്ക്കകത്തുവിട്ടതിന്റെ 10-ാം ദിവസം റിക്കും ജോണും ഗുഹയ്ക്കകത്തേക്ക് പോവാൻ തയ്യാറെടുത്തു. അകത്തു വെച്ച് കുട്ടികളെ കണ്ടാൽ അവരുടെ വീഡിയോ പകർത്തുവാൻ ഒരു അണ്ടർ വാട്ടർ ക്യാമറയും അവർക്ക് ലഭ്യമാക്കിയിരുന്നു. 3 മണിക്കൂർ 50 മിനിറ്റ് ഡൈവ് ചെയ്ത് അവർ വീണ്ടും ടി ജംഗ്ഷനിലെത്തി. ടി ജംഗ്ഷനിൽ നിന്നും റോപ്പ് കണക്ട് ചെയ്ത് അവർ വീണ്ടും മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. അവരങ്ങനെ പട്ടായ എന്നറിയപ്പെടുന്ന ചേംബറിലെത്തി. അവിടെ കുട്ടികൾ ഉണ്ടാകും എന്നായിരുന്നു വിശ്വസിക്കപ്പെട്ടിരുന്നത്. റിക്ക് അലറി വിളിച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. മൃതശരീരങ്ങളെങ്കിലും അവിടുണ്ടോ എന്ന് നോക്കുവാൻ അവർ വീണ്ടും മുന്നോട്ടു പോയി. പക്ഷേ മുന്നോട്ടുള്ള വഴി അത്രമേൽ ഇടുങ്ങിയതായിരുന്നു. ഡൈവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ കൊണ്ടുവന്നിരുന്ന കയർ പോലും മുന്നോട്ട് കൊണ്ടുപോയി കെട്ടാൻ പറ്റാത്ത രീതിയിൽ തീർന്നു പോയിരുന്നു. മുന്നോട്ടെത്തിയ അവർ കണ്ടത് ചെറിയ ടോർച്ച് ലൈറ്റുമായിട്ടിരിക്കുന്ന കുട്ടികളെയായിരുന്നു. 10 ദിവസം പിന്നിട്ടിട്ടും ആ കുട്ടികൾ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നു. താൻ കൊണ്ടുവന്ന ക്യാമറയിൽ ജോൺ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി. ഏവരും ജീവനോടെയുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി. കുട്ടികൾ തങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചു. ഇപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും തങ്ങൾ 2 പേർ മാത്രമേ ഉള്ളൂവെന്നും പക്ഷേ തിരികെ വന്ന് അവർക്ക് ഫുഡും മെഡിക്കൽ കെയറും ഒക്കെ തന്ന ശേഷം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്ന് റിക്കും ജോണും അവർക്ക് വാക്കുകൊടുത്തു. അവരെ മെഡിറ്റേറ്റ് ചെയ്യിപ്പിച്ചും മോട്ടിവേഷൻ പകർന്നും ജീവൻ നിലനിർത്തി കൂടി നിർത്തിയത് അവരുടെ കോച്ചായിരുന്നു. ഫുട്ബോൾ പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും ദിവസവും അതിജീവിക്കാനും അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് അവർക്ക് സാധിച്ചിരുന്നു. ഗുഹയുടെ 9th ചേംബറിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഗുഹാമുഖത്തു നിന്നും 2.5 കിലോമീറ്റർ അകലെ ജോണിനും റിക്കിനും അങ്ങോട്ടേക്ക് എത്തുവാൻ 6 മണിക്കൂറും 12 മിനിറ്റും സമയമെടുത്തിരുന്നു. തിരികെ ഡൈവ് ചെയ്തവർ ഗുഹാമുഖത്തെത്തി. കുട്ടികൾ ജീവനോടെയുണ്ടെന്ന സന്തോഷ വാർത്തയും വീഡിയോയും ഏവരെയും അറിയിച്ചു. ഏവർക്കും ആശ്വാസം പകർന്നു ലഭിച്ച ഒരു നിമിഷമായിരുന്നു അത്. പക്ഷേ കുട്ടികളെ അവിടെ നിന്നും തിരിച്ചെത്തിക്കുക എന്നത് നടക്കില്ല എന്ന് അത്രയും തന്നെ പോസിബിളാണ് എന്നായിരുന്നു റിക്കും ജോണും വിലയിരുത്തിയത്. കാരണം വഴിയിൽ അത്രമേൽ തടസ്സങ്ങളുണ്ട്. കുട്ടികൾ അവശരും ഡൈവ് ചെയ്ത് പരിചയമില്ലാത്തവരുമാണ്. അത്രയും നേരം നിൽക്കാനുള്ള ഓക്സിജൻ സിലിണ്ടറിൽ അങ്ങോട്ടേക്ക് എത്തിക്കുക തന്നെ അത്രമേൽ ശ്രമകരമായ കാര്യവുമാണ്. മാത്രമല്ല ഡൈവ് ചെയ്ത് വരുമ്പോൾ കുട്ടികൾ പാനിക് ആവാനും അപകടത്തിൽപ്പെടാനും അവരുടെ മെന്റൽ സ്റ്റേജിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ആദ്യം ഒരു വർക്കറെ രക്ഷപ്പെടുത്തിയപ്പോൾ തങ്ങളത് നേരിൽ കണ്ടതുമാണ്. റിക്കും ജോണും ഗവർണറോട് വിശദീകരിച്ചു. കുട്ടികളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ മരിച്ചായിരിക്കും പുറത്തെത്തുക എന്നും റിക്ക് വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ റിക്കും ജോണും റിപ്പോർട്ടേഴ്സിനോടൊന്നും സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അവർ ദുഃഖിതരായിരുന്നു. ദിവസം 11 കുട്ടികൾ മെഡിറ്റേഷനിലൂടെയും മറ്റും
പ്രതീക്ഷ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അകത്തേക്ക് പോകുവാൻ സീൽ ടീം തീരുമാനിച്ചിരുന്നു. ടി ജംഗ്ഷൻ കഴിഞ്ഞ് പോകാത്ത സീൽ ടീമിന് റിക്കും ജോണും തങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിർദ്ദേശം കൊടുത്തു. ഓക്സിജൻ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ തിരികെ വരാൻ സാധിക്കില്ല എന്നും അവർ വ്യക്തമാക്കി. സീൽ ടീം വൈകാതെ പുറപ്പെട്ടു. നീണ്ട ഡൈവിനൊടുവിൽ 7 മണിക്കൂറും 23 മിനിറ്റും പിന്നിട്ട് അവർ കുട്ടികൾക്കടുത്തെത്തി. കുട്ടികൾ ഏറെ സന്തോഷിച്ചു. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൈമാറി. കൂട്ടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ ഡോക്ടർ അവരെ പരിശോധിച്ചു. ഇതേ സമയം ഒരു ഡൈവർ അവർ കൊണ്ടുവന്ന ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ പരിശോധിക്കുകയായിരുന്നു. വിചാരിച്ചതിൽ കൂടുതൽ ഓക്സിജൻ യൂസായിരിക്കുന്നതായും എത്തിയ എല്ലാവർക്കും തിരികെ പോവാൻ സാധിക്കില്ലെന്നും ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. കേവിനകത്തെ ഓക്സിജൻ ലെവലാകട്ടെ വെറും 20% മാത്രമാണ്. 12ാമത്തെ ദിവസം ഗവർണർ കാര്യങ്ങൾ മീഡിയക്ക് മുമ്പിലേക്കും മറ്റും വെളിപ്പെടുത്തി. സമയം ഏറെ വൈകിയെന്നും ഭക്ഷണമൊന്നുമില്ലാതെയാ മക്കൾ എത്രനാൾ അവിടെ കഴിഞ്ഞത്, റെസ്ക്യൂ ഇപ്പോൾ തന്നെ വൈകിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അകത്തുള്ള സായി എന്ന കുട്ടിയുടെ അമ്മ ഗവർണറുടെ അടുക്കൽ ബഹളം വെച്ചു. ആ സമയമായിരുന്നു റീക്കു ഒരു ഐഡിയയുമായി മുന്നോട്ട് വന്നത്. ആദ്യം അത് പറയാൻ അവൻ മടിച്ചെങ്കിലും ഒന്നും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് എന്ന് ജോൺ പറഞ്ഞു. ഡോക്ടർ ഹാരി എന്ന പേരിലുള്ള ഒരു ഡൈവറുണ്ട്. ഡോക്ടർ ഹാരി ഒരു അനസ്തീഷ്യസ്റ്റുമാണ്. ഡോക്ടർ ഹാരി വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കുട്ടികൾക്കടുത്തെത്തി കുട്ടികളെ അനസ്തീഷ്യ കൊടുത്ത് ഒരു പാക്കേജ് എന്ന പോലെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ അപകടമില്ലാതെ കുട്ടികളെ പുറത്തെത്തിക്കാം എന്നതായിരുന്നു റിക്കിന്റെ പ്ലാൻ. ജേസൺ എന്നും ക്രിസ് എന്നും പേരുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഡൈവേഴ്സിനെയും വിളിക്കാം എന്നും അവർ തീരുമാനിച്ചു. 14ാമത്തെ ദിവസം ക്രിസും ജേസണും സ്ഥലത്തെത്തി. ആദ്യമേ കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ചുമതലയായിരുന്നു അവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവർ കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു. കുട്ടികൾക്കായി പേപ്പർ കൊടുത്ത് അവരുടെ പാരന്റ്സിന് കത്തെഴുതാൻ പറഞ്ഞു. ശേഷം അതുമായി സുരക്ഷിതരായി അവർ മടങ്ങിയെത്തി. വൈകാതെ ഡോക്ടർ ഹാരിയും വന്നു ചേർന്നു. ഡോക്ടർ ഹാരിയെ താൻ വിളിച്ചു വരുത്തിയ കാര്യം റിക്ക് ഡോക്ടർ ഹാരിയുടെ അടുക്കൽ ഷെയർ ചെയ്തു. പക്ഷേ അനസ്തേഷ്യ കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇല്ലീഗൽ ആണെന്നും കുട്ടികളുടെ ജീവന് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല എന്നുമായിരുന്നു ഡോക്ടർ ഹാരി ആദ്യമേ പറഞ്ഞത്. ജോണും റിക്കും ഡോക്ടർ ഹാരിയോട് സംസാരിച്ചെങ്കിലും ഡോക്ടർ ഹാരി അതിന് മടിച്ചു നിന്നു. 15ാം ദിവസം കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി സീൽ ടീമിലെ 2 പേർ പുറപ്പെട്ടു. 3 മണിക്കൂർ നേരത്തെ ഡൈവിനൊടുവിൽ അവർ സ്റ്റലക്ടൈറ്റ് ടണലിനകത്തെത്തി. രണ്ടാമത് വന്ന ഡൈവറുടെ സിലിണ്ടർ ആ സമയം റോപ്പിൽ കുടുങ്ങിപ്പോയി. മുമ്പ് പോയിരുന്ന ഡൈവർ ആകട്ടെ അത് ശ്രദ്ധിച്ചിരുന്നുമില്ല. സിലിണ്ടറിൽ കുടുങ്ങിയ റോപ്പ് മാറ്റിയതും സിലിണ്ടറിന്റെ വാൽവ് ഓപ്പണായി. ഓക്സിജൻ നഷ്ടപ്പെടാൻ തുടങ്ങി. ഡൈവർ അത് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനത് സാധിച്ചില്ല. സിലിണ്ടറിൽ ബാക്കിയുള്ള ഓക്സിജൻ വെച്ച് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുവാൻ അയാൾ ഒരു ശ്രമം നടത്തി. പക്ഷേ പാതി വഴിയിൽ ഓക്സിജൻ ഇല്ലാതെ ശ്വാസം മുട്ടി ആ നേവി ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു. ആ നേവി ഉദ്യോഗസ്ഥന് ആദരാഞ്ജലികൾ അർപ്പിക്കപ്പെട്ടു. എല്ലാവരും അപ്പോൾ മാത്രമായിരുന്നു എത്രമേൽ ഡിഫിക്കൽട്ടാണ് കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അധിക സമയം കേവിൽ തുടരാൻ സാധിക്കില്ല എന്നത് ഉറപ്പായിരുന്നു. ഓക്സിജൻ ലെവൽ അവിടെ തീരെ കുറഞ്ഞു വരികയാണ്. റിക്ക് വീണ്ടും തന്റെ ഐഡിയയുമായി ഹാരിയുടെ മുമ്പിലെത്തി. കുറച്ചുപേരെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞ ഡോക്ടർ ഹാരി റിക്കിന്റെ ഐഡിയക്ക് കൂട്ടുനിന്നു. വൈകാതെ ഗവർണറുടെ അടുത്തെത്തി തങ്ങളുടെ പദ്ധതിയെപ്പറ്റി റിക്കും ഡോക്ടർ ഹാരിയും വിശദീകരിച്ചു. കുട്ടികൾക്ക് അനസ്തേഷ്യ കൊടുത്ത് ഒരു പാക്കേജ് പോലെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. ഗവർണർ വിവരം മിനിസ്റ്ററെ അറിയിച്ചു. മിനിസ്റ്റർ അതിന് അനുമതി നൽകി. പാരന്റ്സും മീഡിയയും ഒന്നും ഈ വിവരം അറിയരുത് എന്ന് ഗവർണർ അപ്പോൾ തന്നെ ശഠിച്ചിരുന്നു. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏൽക്കുവാനും ഗവർണർ തയ്യാറായി. വൈകാതെ റിക്കിന്റെയും ഡോക്ടർ ഹാരിയുടെയും നേതൃത്വത്തിൽ ടീം തയ്യാറാക്കപ്പെട്ടു. ടീം സീലും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യ കൊടുത്ത കുട്ടികൾ ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ വീണ്ടും അനസ്തേഷ്യ കൊടുക്കേണ്ടതുകൊണ്ട് ഡോക്ടർ ഹാരി ഓരോരുത്തർക്കും പ്രാക്ടീസും കൊടുത്തു. ജനങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആരംഭിച്ചിരുന്നു. ടീം തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു. അവർ 5ാമത്തെ ചേംബറിലെത്തി. ഗുഹാമുഖത്തു നിന്നും 1 കിലോമീറ്റർ 250 മീറ്റർ അകലെ 2 പേരെ അവിടെ നിർത്തി ബാക്കിയുള്ളവർ അകത്തേക്ക് പുറപ്പെട്ടു. കുറച്ചുകൂടി മുന്നോട്ട് പോയതും റിക്ക് താനവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ മുന്നോട്ട് പോകാനും ആദ്യ കുട്ടിയെ കൊണ്ടുവരുന്ന ദൗത്യം പരാജയപ്പെട്ടാൽ താനത് അവരെ അറിയിക്കാമെന്നും അതോടെ മറ്റു വഴികൾ നമുക്ക് ആലോചിക്കേണ്ടി വരും എന്നും റിക്ക് പറഞ്ഞു. അത് അംഗീകരിച്ച് ബാക്കിയുള്ളവർ മുന്നോട്ട് നീങ്ങി. വൈകാതെ ടീം കുട്ടികളുടെ അടുത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന സീൽ ടീം ഡോക്ടറോട് ഡോക്ടർ ഹാരി കാര്യങ്ങൾ വിശദീകരിച്ചു. ആദ്യം സായെ കൊണ്ടുപോകാം എന്നായിരുന്നു അവർ കരുതിയിരുന്നതെങ്കിലും ഓക്സിജൻ മാസ്ക് സായ്ക്ക് ഫിറ്റാവാത്തതിനാൽ മറ്റൊരു കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 4 പേരെ പുറത്തെത്തിക്കാനായിരുന്നു ടീമിന്റെ പദ്ധതി.
കുട്ടിയുടെ കയ്യും കാലും ബന്ധിച്ച ശേഷം കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് അവർ ഓക്സിജൻ മാസ്കും വസ്ത്രവും കുട്ടിയെ ധരിപ്പിച്ചു. വെള്ളത്തിനകത്ത് അവൻ ശ്വസിക്കുന്നുണ്ട് എന്നുറപ്പ് വരുത്തിയ ശേഷം ഒരു പാക്കേജ് പോലെ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ജേസൺ ആയിരുന്നു ആദ്യത്തെ കുട്ടിയുമായി പുറത്തേക്ക് പോയത്. റിക്കിനടുത്തെത്തിയതും കാര്യങ്ങൾ ഓക്കെയാണെന്ന് റിക്ക് ഉറപ്പുവരുത്തി. വൈകാതെ അടുത്ത കുട്ടിയുമായി ജോൺ പുറപ്പെട്ടു. അടുത്ത കുട്ടിയെ കൊണ്ടുപോയത് ക്രിസ് ആയിരുന്നു. ഇതിനിടയിൽ പല പ്രതിസന്ധികളും ഉണ്ടായി. ഇടയ്ക്ക് കുട്ടികൾ മയക്കത്തിൽ നിന്നുണരാൻ പോയി. ഡേവേഴ്സ് കുട്ടികൾക്ക് വീണ്ടും അനസ്തേഷ്യ പകർന്നു. 5 മണിക്കൂറും 30 മിനിറ്റും നീണ്ട ഡൈവിനൊടുവിൽ ആദ്യത്തെ കുട്ടിയുമായി ജെയ്സൺ തേർഡ് ചേംബറിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും കുട്ടിയെ കൊണ്ടുപോകുവാൻ സീൽ ടീം തയ്യാറായിട്ടുണ്ടായിരുന്നു. റോപ്പ് വഴി അവർ കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പാരന്റ്സിനെയോ മീഡിയയെയോ ഒന്നും തന്നെ ആരും വിവരമറിയിച്ചില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ പുരോഗമിക്കുന്നു എന്ന വാർത്ത മാത്രമായിരുന്നു അവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ശേഷം പിന്നാലെ അവർ കൊണ്ടുവന്ന 4 കുട്ടികളും സുരക്ഷിതരായി പുറത്തെത്തി. അവർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. 17-ാം ദിവസം അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളെ അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു. സായിക്ക് പാകമാകുന്ന ഫേസ് മാസ്ക് അപ്പോഴും എത്തിച്ചേർന്നിരുന്നില്ല. സായി ഭയപ്പെട്ടു. അവിടുണ്ടായിരുന്ന കോച്ച് അവനെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രിയിൽ ശക്തമായ മഴയും ആരംഭിച്ചിരുന്നു. ആ മഴ നല്ലതിനാവില്ലല്ലോ എന്ന് ഡേവേഴ്സിനടക്കം ഭയം തോന്നി. ഗുഹയിലേക്ക് വെള്ളം കൂടുതലായി കുതിച്ചെത്തി തുടങ്ങിയിരുന്നു. കുറച്ചു സമയം ഒന്ന് ചിന്തിച്ചു നിന്ന ശേഷം അവർ ഗുഹയ്ക്കകത്തേക്ക് കയറി. സായിക്കുള്ള ചെറിയ മാസ്ക് എത്തിയിരുന്നെങ്കിലും അത് കൃത്യമായി ഫിറ്റാവുന്നതായിരുന്നില്ല. പക്ഷേ ഗുഹയിൽ വെള്ളമുയരുകയാണ്. അവരെ ഇനിയും നിർത്തിയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് സായെ കൊണ്ടുപോകാൻ റിസ്ക് എടുത്തവർ തീരുമാനിച്ചു. ജേസൺ സായിയുമായി മുമ്പോട്ട് പുറപ്പെട്ടു. അവിടുണ്ടായിരുന്ന ട്രെയിനറെ അവരുടെ കോച്ചിനെ അനസ്തേഷ്യ കൊടുത്ത് റിക്ക് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങി. കുറച്ചു സമയം പിന്നിട്ടതും മുന്നോട്ട് ഡൈവ് ചെയ്ത് പോവുകയായിരുന്ന ക്രിസിന് കെട്ടിയിരുന്ന റോപ്പിൽ നിന്നുള്ള പിടി നഷ്ടപ്പെട്ടു. തീരെ വെട്ടവും കുറവായതിനാൽ ക്രിസ് റോപ്പിൽ പിടികൂടാൻ നോക്കിയെങ്കിലും അത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു ഇലക്ട്രിക് കേബിൾ അവന്റെ കണ്ണിൽ പെടുന്നത്. ആ ഇലക്ട്രിക് കേബിൾ ഫോളോ ചെയ്ത് അവൻ പുറത്തേക്ക് സഞ്ചരിച്ചു. ഗുഹക്കകത്തേക്ക് ഒരുപാട് വെള്ളമെത്താതിരിക്കുവാൻ നാട്ടുകാരും വോളണ്ടിയേഴ്സും കഠിന പരിശ്രമം ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ കഠിന പരിശ്രമത്തിനും പ്രതിസന്ധികൾക്കുമൊക്കെ ഒടുവിൽ ആ ഡൈവേഴ്സിന് കോച്ചിനെയും കുട്ടികളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഗുഹയിലേക്ക് വെള്ളം ഇരച്ചെത്തുവാനും കല്ലുകൾ വീഴുവാനും മറ്റും ആരംഭിച്ചിരുന്നു. ഒടുവിലെത്തിയ സീൽ ടീമിനും ഡൈവേഴ്സിനും ചെറിയ പരിക്കുകൾ പറ്റി. എന്നിരുന്നാലും ഏവരും രക്ഷപ്പെട്ടു. വൈകാതെ ഏവരും രക്ഷപ്പെടുത്തപ്പെട്ടു എന്ന വാർത്ത ജനങ്ങൾക്കും മീഡിയാസിനും മുമ്പിലേക്കെത്തി. ജനങ്ങളും ലോകമൊട്ടുക്കും അതറിന് സന്തോഷിച്ചു. എല്ലാവരും റിക്കും ജോണും അടങ്ങുന്ന ഡൈവേഴ്സ് സംഘത്തിന് അത്രമേൽ നന്ദി പറഞ്ഞു. സന്തോഷത്തോടെ ജോണും റിക്കും അവരവരുടെ നാട്ടിലേക്ക് തിരികെ എത്തി. കുട്ടികൾ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പാരന്റ്സ് അവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കൃഷിയിൽ നഷ്ടം വന്ന കർഷകർക്ക് ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുത്തു. 17 രാജ്യങ്ങളിൽ നിന്നും 5000-ഓളം വോളണ്ടിയേഴ്സ് ആ റെസ്ക്യൂ മിഷനായി എത്തിയിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ മിഷൻസിൽ ഒന്നായിരുന്നു അത്. താം ലുവാങ് കേവ് റെസ്ക്യൂ മിഷൻ. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.